ഹായ് ഹലോ ഫ്രണ്ട്സ്, മാജിക്കൽ ലൈഫ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുന്ന ഒരു വെജിറ്റബിൾ വൈറ്റ് സോസ് പാസ്തയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കതിനായിട്ട് വെജിറ്റബിൾസ് വേണം, മൈദ വേണം, ബട്ടർ വേണം, പാല് വേണം, പിന്നെ നമ്മുടെ മക്രോണി അതായത് പാസ്ത. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പാസ്ത എടുത്ത് മക്രോണി എടുത്ത് നമുക്ക് തിളപ്പിക്കാൻ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റും നമ്മുടെ ബീൻസും, അത് രണ്ടും നമുക്കൊന്ന് പതിയെ വേവിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ പാലും കൂടി നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ പാലിന് നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഇരിക്കണം കേട്ടോ. പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ അത് ആ വെജിറ്റബിൾ പതിയെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പതിയെ ഒന്ന് ഒരുപാട് വെന്ത് പോകണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതാ പാല് തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് പാലിൻ്റെ ഇത് ഓഫ് ചെയ്യാം, വെജിറ്റബിൾസിൻ്റെ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മക്രോണി അഥവാ പാസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 5-6 മിനിറ്റ് ഓളം അതിനകത്ത് കിടന്ന് തിളയ്ക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കതൊരു അരിപ്പപാത്രത്തിലേക്ക് വാർത്ത് ഒന്ന് നല്ല സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അത്. അപ്പം നമുക്ക് നല്ലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് 2 സ്പൂണോളം മൈദ ഇട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് വറുത്ത് കൊടുക്കാം. അതായത് 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇളക്കി അതിനൊന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ മൈദയാണ് ആ ബട്ടറിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമുക്ക് പതിയെ ഒന്ന് വറുത്തെടുക്കാം. കട്ട കുത്താതെ വേണോട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പതിയെ നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ അതൊന്ന് പതിയെ ഇതായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിന് ചൂട് വേണം കേട്ടോ. ചൂടോടെ ഇരിക്കുന്ന പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നമുക്ക് അതിനകത്തേക്ക് പതിയെ ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഏകദേശം സോസ് ഉണ്ടാക്കി കഴിഞ്ഞു, വൈറ്റ് സോസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണം ബാക്കിയെല്ലാം നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്കിനി വേണ്ടത് 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് പാകത്തിനൊരു മധുരം. ഞാനിവിടെ 2 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ 2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീൻസുമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒരു ചെറു തീയിലിരുന്ന്, തീ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറു തീയിലിരുന്ന് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ട് 10 മിനിറ്റ് ചെറു തീയിലിരുന്ന് എല്ലാം കൂടി ഒന്ന് വെന്ത് വരണം. മക്രോണി പതിയെ ഇട്ട് കൊടുത്ത് ഒന്ന് പതിയെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മക്രോണി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ലേശം ഒരു തരി ഉപ്പ്, മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്രോണി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.